നമസ്കാരം. ഹൃദയം തൊടുന്ന മെലഡികളുമായി സംഗീത പ്രേമികളെ വിസ്മയിപ്പിച്ച സംഗീത സംവിധായകൻ. ഇന്ന് ചെന്നൈയിൽ അന്തരിച്ച SP വെങ്കടേഷ് എന്ന സംഗീത പ്രതിഭയെ ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. വിവിധ ഭാഷകളിലായി 500ഓളം ഗാനങ്ങൾക്ക് ഈണം നൽകി. ഒപ്പം പശ്ചാത്തല സംഗീതം കൊണ്ടും സിനിമകളെ അനശ്വരമാക്കി. 1980-90 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയ്ക്ക് അമൂല്യമായ നിരവധി ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും സമ്മാനിച്ച അദ്ദേഹം മാധുര്യവും ക്ലാസിക്കൽ സ്പർശവുമുള്ള സംഗീത ശൈലിയിലൂടെ വേറിട്ടു നിന്നു. കഥയുടെയും കഥാപാത്രങ്ങളുടെയും വികാരങ്ങളെ നന്നായി മനസ്സിലാക്കി ഒരുക്കുന്ന സംഗീത സംവിധാനമാണ് SP വെങ്കടേഷിൻ്റേത്. മെലഡി ഗാനങ്ങളിൽ അദ്ദേഹം പുലർത്തിയ ലാളിത്യവും ആത്മീയ സ്പർശവും ശ്രോതാക്കളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. വിവിധ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം രോഗികളെ വലച്ചു. കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നലെയാണ് OP ബഹിഷ്കരണ സമരം ആരംഭിച്ചത്. ദേശീയപാത 66-ൽ നിർമ്മിക്കുന്ന കോട്ടപ്പുറം VP തുരുത്ത് പാലത്തിന്റെ പില്ലറുകളിൽ 2 എണ്ണം താഴേക്കിരുന്നതിൽ സ്ഥിരീകരണം. മുകൾ ഭാഗത്ത് നടന്നുവരുന്ന കോൺക്രീറ്റിംഗ് അടിയന്തരമായി നിർത്തിവെച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധം. LDF മാള പഞ്ചായത്ത് കമ്മിറ്റി അഷ്ടമിച്ചിറ ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വിവിധ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം രോഗികളെ വലച്ചു. കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നലെയാണ് OP ബഹിഷ്കരണ സമരം ആരംഭിച്ചത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 9 മുതൽ ശസ്ത്രക്രിയകളും മറ്റു ചികിത്സകളും നിർത്തിവെക്കുമെന്നും 11 മുതൽ പരീക്ഷാ ജോലികൾ ബഹിഷ്കരിക്കുമെന്നും KGMCTA ഭാരവാഹികൾ അറിയിച്ചു. ഹൗസ് സർജൻമാരും കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാരും OPയിൽ പരിശോധന നടത്തിയിരുന്നു. എങ്കിലും മുതിർന്ന ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ OP ടിക്കറ്റ് എടുത്ത ശേഷം രോഗികൾ പലരും മടങ്ങിയെന്ന് eHealth പോർട്ടലിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഏറെ നാളായി സമരരംഗത്താണ്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ മുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി. OPയും അടിയന്തര ചികിത്സയും ശസ്ത്രക്രിയയും ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും ബഹിഷ്കരിച്ചായിരുന്നു ഇതുവരെ സമരം. ഇന്നലെ മുതൽ OP ബഹിഷ്കരണം ആരംഭിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 9 മുതൽ ശസ്ത്രക്രിയകളും മറ്റു ചികിത്സകളും നിർത്തിവെക്കുമെന്നും 11 മുതൽ പരീക്ഷാ ജോലികൾ ബഹിഷ്കരിക്കുമെന്നും KGMCTA ഭാരവാഹികൾ അറിയിച്ചു. എൻട്രി കേഡർ ശമ്പളത്തിലെ ഇടിവ്, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, പെൻഷൻ സീലിംഗ്, നിയമനമില്ലാതെ പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നത്, NMC അംഗീകാരം നേടുന്നതിനായി ഡോക്ടർമാരെ കോളേജുകൾക്കിടയിൽ മാറ്റി നിയമിക്കുന്നതിലൂടെ പഴയ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം തകരുന്നത് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് KGMCTAയുടെ സമരം. മീഡിയ ടൈം, കൊച്ചി. ദേശീയപാത 66-ൽ നിർമ്മിക്കുന്ന കോട്ടപ്പുറം VP തുരുത്ത് പാലത്തിന്റെ പില്ലറുകളിൽ 2 എണ്ണം താഴേക്കിരുന്നതിൽ സ്ഥിരീകരണം. ഇതേ തുടർന്ന് സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിച്ചതിന് മുകളിലുള്ള കോൺക്രീറ്റ് ഡക്ക് സ്ലാബിലും ഉയര വ്യത്യാസമുണ്ടായി. തുടർന്ന് മുകൾ ഭാഗത്ത് നടന്നുവരുന്ന കോൺക്രീറ്റിംഗ് അടിയന്തരമായി നിർത്തിവെച്ചു. പാലത്തിന്റെ പില്ലറുകൾ താഴ്ന്ന വിവരം കഴിഞ്ഞ ദിവസം മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. മൂത്തകുന്നത്ത് നിന്ന് VP തുരുത്തിലേക്കുള്ള പാലത്തിന്റെ 7ാമത്തെ പില്ലറുകളിൽ 2 എണ്ണമാണ് 1 മീറ്ററോളം താഴേക്കിരുന്നത്. തൂണുകളിൽ ടൺ കണക്കിന് ഭാരമുള്ള സ്റ്റീൽ ഗഡറുകളും ഡക്ക് ഷീറ്റുകളും സ്റ്റീൽ റോഡുകളും സ്ഥാപിച്ച് കമ്പികൾ പാകിയ ശേഷമാണ് കോൺക്രീറ്റിംഗ് നടത്തി വന്നിരുന്നത്. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കോട്ടപ്പുറത്തെ 2 പാലങ്ങളുടെയും പണി നടന്നുവരുന്നത്. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഭാരക്കൂടുതലുള്ള വാഹനങ്ങൾ വരെ കടന്നു പോകുന്ന വിധം പണി തീർക്കുന്ന പാലത്തിന്റെ തൂണുകൾ താഴോട്ടിരുന്നത് ആശങ്കയ്ക്കിടയാക്കി. വെള്ളിയാഴ്ച വൈകിട്ട് പാലത്തിനടിയിൽ മത്സ്യബന്ധനം നടത്തുന്നവരാണ് ഇത് ആദ്യം കണ്ടത്. പിന്നീട് കരാർ കമ്പനിയുടെ അധികൃതരെത്തി പാലത്തിനടിയിലും മുകളിലും പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് കോൺക്രീറ്റിംഗ് നിർത്തിവെച്ചത്. കോട്ടപ്പുറം പഴയ പാലത്തിനോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്താണ് പുതിയ പാലം പണി തീർക്കുന്നത്. പഴയ പാലം പണിയുമ്പോഴും ഈ ഭാഗത്തെ തൂണുകൾ താഴേക്കിരുന്നിരുന്നു. അന്ന് നടത്തിയ പരിശോധനയിൽ മലവെള്ളക്കാലത്ത് പുഴയിൽ അടിഞ്ഞ വലിയൊരു തടി കണ്ടെത്തിയിരുന്നു. പിന്നീട് അതിന് താൽക്കാലിക ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാണ് പാലം പണി തീർത്തത്. കൂറ്റൻ ക്രൗളർ ക്രെയിൻ ഉപയോഗിച്ച് 50 ടണ്ണിലേറെ ഭാരമുള്ള കോൺക്രീറ്റ് ഗർഡറുകൾ പുതിയ പാലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഉപ്പുവെള്ള പ്രദേശമായതിനാൽ അവ നിരോധിക്കാൻ സ്റ്റീൽ പാളികളിൽ ആന്റിട്രോസി പ്രൈമർ പൂശിയിട്ടുണ്ട്. കോൺക്രീറ്റിംഗിന് ശേഷം അതിനു മുകളിൽ പുഴയിൽ നിന്നുള്ള ഉപ്പുവെള്ളം പമ്പ് ചെയ്ത് നനയ്ക്കുന്നതായും പരാതി ഉയർന്നിരുന്നു.
2.5 വർഷം മുൻപേ പുഴയിൽ പണിതീർത്ത തൂണുകളുടെ കോൺക്രീറ്റിംഗ് അടർന്നു പോകുന്നത് കണ്ടെത്തിയിരുന്നു. പരാതി ശക്തമായതിനെ തുടർന്ന് പണി നിർത്തിവെച്ച് വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷം തൂണുകളിൽ വീണ്ടും കമ്പി കെട്ടി പ്ലാസ്റ്ററിംഗ് നടത്തി ബലപ്പെടുത്തിയിരുന്നു. പാലത്തിന്റെ പില്ലറുകൾ താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വിദഗ്ധ പരിശോധന ഉടൻ ഉണ്ടാകുമെന്നും കരാർ കമ്പനി അധികൃതർ പറഞ്ഞു. തൂണുകളുടെ പണിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പൈലിംഗിന്റെ തകരാറായിരിക്കും കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഡൽഹി ആസ്ഥാനമായ കമ്പനിയാണ് മൂത്തകുന്നം മുതൽ ഇടപ്പള്ളി വരെയുള്ള റീച്ചിലെ പാലങ്ങളുടെയും റോഡുകളുടെയും കരാർ എടുത്തിട്ടുള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് LDF മാള പഞ്ചായത്ത് കമ്മിറ്റി അഷ്ടമിശ്ര ടൗണിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കേരള വിരുദ്ധമായ ഒരു ബഡ്ജറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ധനകാര്യമന്ത്രിയും ഒരു കേന്ദ്ര ഗവൺമെന്റും അവതരിപ്പിച്ചിട്ടില്ല. കേരളം പാകിസ്ഥാനേക്കാൾ ശത്രു രാജ്യത്തോട് എന്നതുപോലെയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ കാണുന്നത്. കേരളം നിരന്തരമായി ആവശ്യപ്പെട്ട കേരളത്തിന്റെ വികസനത്തിന് സഹായകരമാകുന്ന പദ്ധതികളൊന്നും കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. റെയിൽ അതിവേഗ ട്രെയിൻ വേണം എന്ന് നമ്മുടെ ആവശ്യം റെയിൽ എന്ന നിർദ്ദേശത്തോട് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് അത് മടക്കിയതാണ്. VM വത്സൻ, KV ഡേവിസ്, ബിനിൽ പ്രതാപൻ, PK രാധാകൃഷ്ണൻ, MK ബാബു, VS ഗോപാലകൃഷ്ണൻ, PP കൃഷ്ണകുമാർ, ബൈജു മണന്തറ, KK ഹഫ്സൽ, KP പ്രവീൺ, സുഖത് രവി, ബഷീർ തെക്കത്ത്, VM ചന്ദ്രബോസ് എന്നിവർ നേതൃത്വം നൽകി. വധശ്രമ കേസിലെ പ്രതിയെ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഒളിവിൽ കഴിഞ്ഞിരുന്ന അഴീക്കോട് മുനക്കൽ ബീച്ച് സ്വദേശി ചാലിൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയാണ് മുംബൈ എയർപോർട്ടിൽ നിന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2019 മാർച്ച് 9 അഴീക്കോട് ബീച്ചിൽ വെച്ച് കോഴിക്കോട് സ്വദേശി കാട്ടൂപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് യാസിനെ ബൈക്ക് ചെയിൻ കൊണ്ടും ഇരുമ്പ് പൈപ്പ് കൊണ്ടും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രതി വിദേശത്തേക്ക് കടന്നതിനെ തുടർന്ന് പിടികൂടുന്നതിനായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പ്രതി സൗദി അറേബ്യയിൽ നിന്ന് രഹസ്യമായി നാട്ടിലേക്ക് വരുന്നതിനായി ബോംബെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ശാന്തിപുരം പള്ളിനട കരിനാട്ട് വീട്ടിൽ അഖിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 18 കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡരികിൽ വച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ സാലിം K, GASI CB, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷമീർ, സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു CO, ശ്യാംകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ചാലക്കുടി മഹാത്മാ കലാക്ഷേത്ര കളരി സംഘത്തിന്റെ 59ാമത് വാർഷികാഘോഷ പരിപാടികൾ ഇൻഡോർ സ്റ്റേഡിയം മൈതാനിയിൽ 7, 8, 9 തീയതികളിൽ നടക്കും. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനാകും. ഉദ്ഘാടന സമ്മേളനത്തിൽ മുരുകൻ ഗുരുക്കളുടെ പേരിലുള്ള പുരസ്കാരം നാടൻപാട്ട് കലാകാരൻ രമേശ് കരിന്തലക്കൂട്ടത്തിന് സമർപ്പിക്കും. കളരിപ്പയറ്റിലെ യുവ പ്രതിഭയ്ക്കുള്ള കേരള ഫോക്ലോർ അവാർഡ് ജേതാവും കളരി സംഘത്തിന്റെ വൈസ് പ്രസിഡന്റുമായ TP വിജുവിനെ ആദരിക്കും. പത്രസമ്മേളനത്തിൽ ഗുരുക്കൾ ഓമൽ ശങ്കർ, പ്രസിഡന്റ് CA മത്തായി, സെക്രട്ടറി KV പ്രദീപ്, ട്രഷറർ ജോണി, കൺവീനർ TA മനോജ്, വൈസ് പ്രസിഡന്റ് TP ബിജു, ജോയിന്റ് സെക്രട്ടറി സെന്തിൽ ജോസഫ്, രക്ഷാധികാരി AL കൊച്ചപ്പൻ എന്നിവർ സംസാരിച്ചു. അതിലൊന്നാമത്തെ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിയ ഗുരുനാഥൻ മുരുകനാശൻ കൂടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 59ാമത് വാർഷികത്തിൽ 31 കൊല്ലത്തെ പോലീസ് സേവനത്തിന്റെ വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ്, 2016 കേരള സർക്കാരിന്റെ ഫോക്ലോർ ഗുരുപൂജ അവാർഡ്, നാട്ടുവൈദ്യം അവാർഡ്, താക്കോൽക്കാരൻ അവാർഡ്, ഒട്ടനവധി ആദരവുകളും 1000-ൽ പരം ശിഷ്യഗണങ്ങളുള്ള മുരുകനാശാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് നമ്മുടെ കളരിയിലും നമ്മുടെ ചാലക്കുടിയിലും എൻ്റെ കുടുംബത്തിലൊക്കെ ഏറെ വേണ്ടപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് വേണ്ടിയിട്ട് മഹാത്മാ കലാക്ഷേത്ര കളരി സംഘം ഇക്കൊല്ലം മുതൽ മുരുകനാശാന്റെ പേരിൽ ഒരു
പുരസ്കാരം നൽകി ആദരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം രോഗികളെ വലച്ചു. കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നലെയാണ് OP ബഹിഷ്കരണ സമരം ആരംഭിച്ചത്. ദേശീയപാത 66 നിർമ്മിക്കുന്ന കോട്ടപ്പുറം VP തുരുത്ത് പാലത്തിന്റെ പില്ലറുകളിൽ 2 എണ്ണം താഴേക്കിരുന്നതിൽ സ്ഥിരീകരണം. മുകൾ ഭാഗത്ത് നടന്നുവരുന്ന കോൺക്രീറ്റിംഗ് അടിയന്തരമായി നിർത്തിവെച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധം. LDF മാള പഞ്ചായത്ത് കമ്മിറ്റി അഷ്ടമിച്ചിറ ടൗണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.